ഹലോ. ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒരു ടീസർ റിയാക്ട് ചെയ്യാനാണ്. നമ്മുടെ വെങ്കി അഡ്ലൂര് ഡയറക്റ്റ് ചെയ്ത് സൂര്യ, മമിത ബൈജു ഒക്കെ മെയിൻ ലീഡിൽ വരുന്ന നമ്മുടെ സൂര്യ സാറിന്റെ കംബാക്ക് എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു പടത്തിന്റെ ടീസറാണ്. വെങ്കി അഡ്ലൂരെ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു കിടിലൻ ഡയറക്ടറാണ്. ഫസ്റ്റ് പടം വാ വാത്തി, സെക്കൻഡ് ലക്കി ഭാസ്കർ, അങ്ങനെ കിടിലം പടം എടുത്ത ഒരു ഡയറക്ടറാണ്. അപ്പൊ പ്രതീക്ഷകൾ ഏറെയാണ്. പടം എന്താണ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു ഫാമിലി ഡ്രാമ ആ കണക്കൊരു ഫീലാണ് തന്നത്. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ നല്ലൊരു പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് അടുത്ത വരുന്നതിൽ. സൂര്യ സാറിന്റെ ഒരു കംബാക്ക് ആവാം എന്ന് പ്രതീക്ഷയുള്ള ഒരു പടമാണ്. പടത്തിന്റെ പേര് വിശ്വനാഥ് ആൻഡ് സൺസ്. അപ്പോ അതിന്റെ ടീസർ വന്നിട്ടുണ്ട്, വാച്ച് ചെയ്യാം. ഓക്കെ. சஞ்சய் விஸ்வநாத் இது வரைக்கும் எத்தனையோ பிஸ்டல் காம்படிஷன்ஸ்ல ஜெயிச்சிருக்காரு. ஆனா இப்போ வேற கன் பார்வைக்கு 20ல இருக்கிற ஃபிட்னஸ் 40 தாண்டி தான் இருக்காரு. This is Maddie. ஒரு பெரிய ஃபார்ம் ஹவுஸ், லாவிஷ் லைஃப் ஸ்டைல், இஷ்டத்துக்கு செலவு பண்ணும். நாம தான் பெரிய ஆள் ஆடுற ஒவ்வொரு தடவையும் ஆண்டவன் இப்படிதான் நம்மளை விட பெரிய ஆள் இருக்காங்கன்னு காட்டுறோம். ப்ராப்ளம் இல்ல, எனக்கு ப்ராப்ளம். என்னடா எங்க இருந்துடா இவளை புடிச்சிட்டு வந்த? யாப்பா, ப்ரமோட் ஆத அப்புறம் கஷ்டமா இருக்கும். எவ்வளவு 20 வயசு சின்னமா. எனக்கு ப்ராப்ளம் இல்ல. எனக்கு ப்ராப்ளம். ப்ளீஸ் நீ ஒரு சொருக்கு போட்டுனா உன் வயசு பசங்க நீ நான் வந்து விட போறாங்க. வேணும்னா இன்னும் 4 சுருக்கு போடுறேன். டியூட். நீ விழு போதும். ഓക്കെ, കൊള്ളാം. ഒരു എന്താ പറയാ, ഒരു ഫീൽ ഗുഡ് ഡ്രാമ, ചെറിയ ചെറിയ കോമഡികൾ കൊള്ളാം. കണ്ടിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് മാൻ, പുള്ളിക്കാരൊരു ഷൂട്ടറാണ്. സൂര്യ സാർ ഒരു ഷൂട്ടറോ അങ്ങനെ എന്തോ ആണ്. നല്ല അതിന് നല്ല ഗോൾഡ് മെഡലോ കാര്യങ്ങളോ കോമ്പറ്റീഷനൊക്കെ വിൻ ചെയ്തിട്ടുള്ള ആളാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് മമിതയ്ക്ക് പ്രണയം. അവർ തമ്മിൽ 20 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അവൾക്കാണെങ്കിൽ കഠിനമായ പ്രണയം. സൂര്യ സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്, എന്താണെന്നുള്ളത്. പക്ഷെ കൊള്ളാം, ഒരു ഫ്രഷ് ഫീലുണ്ട്. ആ വെങ്കി അഡ്ലൂര് ലക്കി ഭാസ്കറെ കണ്ടപ്പോൾ ഒരു കളർ ഗ്രേഡിയൻസും കാര്യങ്ങളൊക്കെയാണ്. കുറെയൊക്കെ കണ്ടപ്പോൾ ഒരു കളർ ഗ്രേഡിയൻസ് ഒക്കെ കുറച്ച് വാരിസ് പോലെയൊക്കെ തോന്നി. വാരിസിന്റെ ഒരു കളർ ഗ്രേഡിയൻസ് പോലെയൊക്കെ തോന്നി കണ്ടപ്പോൾ. ഞാൻ ഡ്യൂഡെന്ന് പറഞ്ഞത് ആ ഒരു സീനിനെ കണ്ടപ്പോഴാണ് ഡ്യൂഡെന്ന് പറഞ്ഞത്. ആ സീനിൽ കാറിൻ്റെ അകത്ത് ദേവദാസ്, ആ സീന് എനിക്ക് ഓർമ്മ വന്നു, ഡ്യൂഡിൻ്റെ അകത്തുള്ള. അതാണ് ഞാൻ ഡ്യൂഡെന്ന് പറഞ്ഞത്. കൊള്ളാം, നല്ല കോംബോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് മമിത ബൈജു ആകെ അങ്ങ് സെറ്റായി ലെവലായിട്ടുണ്ട്. കാരണം സൂര്യ ഇപ്പോൾ സൂര്യയായിട്ട് നടിയായിട്ട് വിജയ് സാറിൻ്റെ കൂടെ അഭിനയിച്ചു. പിന്നെ ഡ്യൂഡിൽ തമിഴിലൊരു നല്ല ഒരു പടത്തിൽ മെയിൻ ലീഡിൽ, അങ്ങനെ എത്ര ഇഷ്ടപ്പെട്ട നല്ല പ്രോജക്ട്സ് ഉണ്ട് മമിതയ്ക്ക് ഇപ്പോൾ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഐ ലവ്ഡ് ഇറ്റ്. കൊള്ളാം, നല്ല രസമുണ്ട്, കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതിലൊരു കംബാക്ക് അടിക്കും എന്നാണ് പ്രതീക്ഷ. കുറച്ചു കാലമായി. ഇപ്പൊ കംബാക്ക് അടിക്കാൻ ബാക്കിയുള്ളത് സൂര്യ മാത്രമാണ്. ഇതിലും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കറുപ്പ് സിനിമ വരാനുണ്ട്. അതിന്റെ അപ്ഡേഷൻ ദീപാവലിയോ അല്ല വിഷുവിന് എന്തോ റിലീസ് ചെയ്യുമെന്ന് കേൾക്കുന്ന കേട്ടു. അറിയില്ല, വെയിറ്റ് ചെയ്യാം. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ.